ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് വിജ്ഞാദാസ് എന്ന് പറയുന്ന അച്ഛനാണ്. ഈ അച്ഛന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അച്ഛൻ ഒരു വർക്കിംഗ് ഫീൽഡിൽ നിന്നാണ് ഈ വിളി സ്വീകരിച്ചത്. ഇനി നമുക്ക് അച്ഛനെക്കുറിച്ച് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം. അച്ഛന് സ്വന്തമായിട്ട് അച്ഛൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, എൻ്റെ പേര് വിജ്ഞാൻ ദാസ് ഫാദറാണ്. ഞാൻ ശരിക്കും ആന്ധ്രാക്കാരനാണ്. ആന്ധ്രാപ്രദേശ്, വീട് വിജയവാഡ. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2007-8 വർഷത്തിൽ ഞാൻ ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പ് ഒരു വർഷത്തേക്ക് ഞാൻ എടുത്തത്. എൻ്റെ ട്രെയിനിങ് തായ്ലൻഡിലായിരുന്നു. ഞങ്ങളുടെ ബാച്ചാണ് ആദ്യം തായ്ലൻഡിലെ ഇൻ്റർനാഷണൽ ഫുൾ ടൈമർഷിപ്പ് ആരംഭിച്ച സമയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയത് ഇന്ത്യ സെൻട്രൽ ഫുൾ ടൈമർ, അങ്ങനെ ആണ് ആ സമയത്തെ അവർ വിളിക്കുന്നത്. സെൻട്രൽ ഫുൾ ടൈമർ ആയിരുന്നു. ഞാൻ PG പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ദൈവവിളി ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. സോ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ദൈവവിളി ശരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ ടൈമർ ട്രെയിനിങ് ഞാൻ എടുത്തത്. പക്ഷേ ട്രെയിനിങ് സമയത്ത് എനിക്ക് ഒരു ദൈവ പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്. ഞാൻ ആ വർഷം 3 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കഴിഞ്ഞ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാജിവെച്ച് 1 വർഷം ഞാനിങ്ങനെ ജീസസ് കമ്മിറ്റ്മെൻറ്റ് എടുത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ്, ഈ വർഷം തീരാത്ത മുമ്പേ എനിക്ക് എൻ്റെ ദൈവവിളി എന്താണ് എനിക്ക് കൺഫേം ചെയ്യണം. സോ അതുകൊണ്ടാണ് പിന്നെ ആ വർഷം എനിക്ക് ദൈവവിളി കിട്ടിയത്. പിന്നെ ആ വർഷം ഒരു പ്രത്യേക ഇൻസ്പിറേഷനാണ്. ഞാൻ ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് വേണ്ടി അച്ഛനാകണം. അങ്ങനെ ഒരു സ്ട്രോങ് ആയ ഇൻസ്പിറേഷൻ കിട്ടിയത്. പിന്നെ പതുക്കെ പിന്നെ ഞാൻ വീട്ടിൽ സംസാരിച്ച ശേഷം 1 വർഷം മേലെ ഞാൻ ജോലി ചെയ്തിരുന്നു. പിന്നെ ഞാൻ ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് വേണ്ടി സെമിനാറിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ യുവജന വർഷത്തിൽ ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ഒരു യൂത്ത് മുന്നേറ്റത്തിൽ നിന്നാണ് അച്ഛൻ വൈദികനായത് എന്നത്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ദൈവവിളി തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അറിയപ്പെടുന്നത് ജീസസ് യൂത്തിൻ്റെ സ്വന്തം വൈദികൻ എന്നാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു യൂത്തിലെ യുവജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണോ, ഒരു അസോസിയേഷനാണോ, കോൺഗ്രിഗേഷനാണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ 2016 ജീസസ് യൂത്തിന് സ്വന്തമായി കിട്ടിയ വൈദികരിൽ ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ദാസച്ചൻ. അപ്പോൾ അച്ഛൻ പറയാമോ, ഇതെങ്ങനെയാണ് ജീസസ് യൂത്തിൽ അങ്ങനെ പ്രീസ്റ്റ്ഹുഡ് ഉണ്ടോ, അതെങ്ങനെയാണ്, എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് ഞങ്ങൾക്കറിയാൻ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ യുവജന വർഷം. പക്ഷേ യുവജന വർഷം ഒരു 40 വർഷം മുമ്പ് 1985 1985 ആദ്യം യുവജന വർഷമായിരുന്നു. അതുകൊണ്ടാണ് ആ യുവജന വർഷത്തിലാണ് ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് ആ ഒരു പേര് കിട്ടിയത്. അതിനു മുമ്പ് ജീസസ് യൂത്ത് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു പേരിലല്ല. പക്ഷേ 1985 ആണ് ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് ആ യൂത്ത് ഇയറിലാണ്, ഇൻ്റർനാഷണൽ യൂത്ത് ഇയറിലാണ് ജീസസ് യൂത്ത് മുന്നോട്ടേക്ക് പേര് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് സിൽവർ ജൂബിലിയും കോറൽ ജൂബിലിയും അങ്ങനെ എല്ലാ സമയം. അതുകൊണ്ട് തന്നെ വൈദികരുടെ വർഷം 2009 വൈദികരുടെ വർഷം 2009. സോ ജീസസ് യൂത്ത് മുന്നോട്ടത്തിലെ ഒത്തിരി പേര് ഫുൾ ടൈമറായി, ഒത്തിരി പേര് ഈ വൈദിക വിളി, സന്യാസ ജീവിതത്തിലെ വിളി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ധാരാളമായി വൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് 2009 മുമ്പേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനാവണം, വൈദികനായ മുന്നോട്ടത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മുന്നോട്ടത്തേക്ക് സാധിക്കുന്നില്ല. പക്ഷേ 2009 വൈദികരുടെ വർഷത്തിൽ ഞാനും പിന്നെ കുറച്ച് ചില ലീഡേഴ്സും, സോ കുറച്ച് പേര് ഫുൾ ടൈമേഴ്സ് ആയിരുന്നു. ഞങ്ങൾ മുന്നോട്ടത്തിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മൾ ലഭിക്കിയിട്ടുണ്ട്. പിന്നെ നാഗ്പൂർ അതിരൂപത മേത്രാൻ ആർച്ച് ബിഷപ്പ് എബ്രഹാം വിർത്തുകുളങ്ങര 10 വർഷം പിതാവ് ജീസസ് യൂത്ത് മുന്നോട്ടത്തിൻ്റെ എക്ലേസിയാസ്റ്റിക്കൽ അഡ്വൈസർ ആയിരുന്നു. ജീസസ് യൂത്തിൻ്റെ ഇൻചാർജ് പിതാവാണ്. CBCI മേത്രാൻമാർ സംഘം അവർ നിയമിച്ചത്. പിതാവ് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തത്. പിന്നെ 2009 19th ജൂൺ അതാണ് ഇനോഗ്രേഷൻ ഓഫ് ഇയർ ഓഫ് പ്രീസ്.
ആ ദിവസമാണ് ജീസസ് യൂത്തിൻ്റെ പുരോഹിതന്മാർ വൈദികന്മാരുടെ ട്രെയിനിങ് പരിശീലനം തുടങ്ങിയത്. ആ പരിശീലനത്തെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ മറ്റ് വേറെ സെമിനാരിയൻസ് ജോയിൻ ആയത്. പിന്നെ 2006 ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സിൻ്റെ സിൽവർ ജൂബിലി ഇയർ ആയിരുന്നു ആ വർഷം 2016. സോ 25 years ഓഫ് ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സാണ്. 25th ബാച്ചാണ് അവരുടെ ആ സമയത്തെയാണ് ഞങ്ങളുടെ പുരോഹിത പട്ടം നമ്മൾ കിട്ടിയത്. യെസ്. അപ്പോൾ അച്ഛൻ ഇതിൽ ഒത്തിരി സന്തോഷിക്കുന്നു അല്ലേ? എവിടെയെങ്കിലും ഇപ്പോൾ ജീസസ് യൂത്തിൻ്റെ വലിയൊരു ഗ്യാതറിങ് വന്നാൽ ദാസച്ചൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ ഇത് ഒരു ദൈവാനുഗ്രഹമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. പലരും എന്നെ ചോദിക്കും ലൈക്ക് ഇതെങ്ങനെയാണ് ജീസസ് യൂത്ത് പ്രീസ്റ്റ് എങ്ങനെയാണ്, ഞങ്ങളുടെ ഇത് മുന്നോട്ടമാണ്, ഒത്തിരി ആത്മായക്കാരാണ്, ലേറ്റിയാണ്, ഇതെങ്ങനെ ഇതൊരു കോൺഗ്രിഗേഷനോ ഇങ്ങനെ. പക്ഷേ ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ നമുക്കറിയാം ഒരു ഡൈസിഷ്യൻ പ്രീസ്റ്റ്, പിന്നെ ഒരു റിലീജിയസ് പ്രീസ്റ്റ്, സന്യാസ പ്രീസ്റ്റാണ്, പിന്നെ രൂപത അച്ഛന്മാർ. പക്ഷേ നമുക്ക് കാത്തലിക് ചർച്ചിലെ ഒരു അസോസിയേഷനുക്ക് ഒരു പ്രീസ്റ്റ് ഉണ്ട്. സോ അതെങ്ങനെ അറിയാം? ലൈക്ക് ജീസസ് യൂത്ത് മുന്നോട്ടം ഒരു മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടിയുള്ള മുന്നോട്ടമാണ്. So pontifical recognized thing. So there is a privilege. So pontifical privilege is there to have a full-time priest for the movement. And it is not just for the Jesus Youth movement. There are another 124 movements. Some say movements, some say community, some say associations. But in the canon law, these are all associations. So these associations will have a privilege. Some associations which are pontifical, they can have full-time priests, provided they should have an agreement with the diocese. And technically, these priests will be incarnate in a diocese and they will be released for the movement. So when in the context of Jesus Youth, നമുക്ക് ഇപ്പോൾ ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി 4 അച്ഛന്മാരാണ് ഓർഡെയിൻ ആയത്. സോ പ്രീസ്റ്റ് ഓർഡെയിൻഡ് ഫോർ ജീസസ് യൂത്ത്. സോ ഞാനും പിന്നെ ഡിറ്റോ അച്ഛനും 2016 ഞങ്ങൾ 2 പേർക്ക് പട്ടം കിട്ടി. പിന്നെ കുറച്ച് വർഷം ശേഷം, ഒരു 4 വർഷം ശേഷം 2020 ഫാദർ തോമസ് പുള്ളിക്കൽ അമേരിക്കയിലെ ചിക്കാഗോ രൂപത്തിലെ സിറോമല രൂപത്തിലെ 3ാമത്തെ പ്രീസ്റ്റ്. 4ാമത്തെ പ്രീസ്റ്റ് ഫാദർ ആൻ്റണി സേവിയർ ഡൽഹിക്കാരനാണ്. ഇപ്പോൾ നാഗ്പൂർ രൂപത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ മുന്നേറ്റത്തിന് വേണ്ടി പട്ടം കിട്ടിയത്. ഞങ്ങൾ പലരും പല പ്രദേശങ്ങളെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുക. പിന്നെ ഒരു 8 ഷമ്മാശന്മാർ ട്രെയിനിങ്ങിലുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ എല്ലാ ഷമ്മാശന്മാരും എല്ലാ വൈദികരും ഇതിന് മുമ്പേ ഫുൾ ടൈമേഴ്സ് ആയിരുന്നു. എല്ലാം അവരുടെ ജോലി, കുറച്ച് പേർ ജോലി ചെയ്തിട്ടുണ്ട്, അവരുടെ പഠനം ശേഷം ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുൾ ടൈമേഴ്സായി. അതിനുശേഷമാണ് അവരുടെ ദൈവവിളി, പിന്നെ ജീസസ് യൂത്തിനെ റിക്വസ്റ്റും, പിന്നെ ജീസസ് യൂത്ത് ഫോർമേഷനും, പിന്നെ നോർമൽ സെമിനറി ഫോർമേഷൻ, നോർമൽ എല്ലാം സെമിനറിയൻസ് കാൻഡിഡേറ്റ്സ് പോലെ. അതിനുശേഷമാണ് പട്ടം കിട്ടിയത്. അച്ഛൻ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഒരു 2 വർഷം മുതൽ CCBI കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഇന്ത്യ, ഇത് ലാറ്റിൻ മേത്രാസന സംഘം, ലാറ്റിൻ മേത്രാന്മാരുടെ അസോസിയേഷനാണ്. കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ CCBIയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൊമ്മുനിയോ. പ്രത്യേകിച്ച് പ്രേക്ഷിത കാര്യം നിർവഹിക്കാൻ വേണ്ടി അവർക്ക് സഹായിക്കാൻ. സോ ബേസിക്കലി ഇറ്റ് സപ്പോർട്ട്സ് മിഷൻസ് ആൻഡ് മിഷനറീസ് even financially. So in different ways it supports basically, and also it supports financially. So that is and I'm associate director for Communio. It is a department of CCBI, and I stay in CCBI center in Bangalore. ഒത്തിരി സന്തോഷം അച്ഛൻ ഞങ്ങളോടൊപ്പം കൂടിയതിന്. ഈ വർഷം യുവജന വർഷമായി നമ്മൾ ആചരിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള ദൈവവിളികൾ യുവജന മുന്നേറ്റങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നന്ദി അച്ഛാ. താങ്ക് യു.